നമസ്തേ കുട്ടികളെ. ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമുക്ക് കടം വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കടം വാങ്ങാതിരിക്കുക. നമുക്ക് കഴിയുന്നതും കടം വാങ്ങാതിരിക്കുക. നമ്മുടെ വരവിനനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെങ്ങനെയാ ചെയ്യുന്നു ഏത് ചെയ്യണു നമ്മൾ നോക്കാതെ നമ്മുടെ വരുമാനം എത്രയാണോ ആ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കാൻ നോക്കുക. രണ്ടാമതായിട്ട് നമ്മളെ വരുമാനത്തിന് ഒരു ബഡ്ജറ്റ് ഇടുക. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു ബഡ്ജറ്റ് ഇടുക. ആ ബഡ്ജറ്റ് ഇടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈസ ചെലവാക്കാൻ പറ്റും. അപ്പോൾ അതുമാതിരി തന്നെ കടം വാങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കടം വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് കടം വാങ്ങേണ്ടി വന്നാൽ അത് നമ്മൾ എങ്ങനെ അടയ്ക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലോട് കൂടി മാത്രമേ നമ്മൾ കടം വാങ്ങാൻ പാടുള്ളൂ. ഇപ്പോൾ സാധാരണ എന്താ ചെയ്യുക, കടം വാങ്ങുന്ന അധികപക്ഷം എല്ലാവരും വാങ്ങുന്നത് ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനോ കല്യാണം കുട്ടികളുടെ കല്യാണം ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ സാധാരണ കടം വാങ്ങാറുള്ളത്. അപ്പം ആ കടം വാങ്ങുന്ന നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന സ്ഥലമോ അല്ലെങ്കിൽ വീടോ നമ്മൾ വാങ്ങാൻ പറ്റും. ഇപ്പം നമുക്ക് ഒരാൾക്ക് 1,00,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അതിന്ന് നമ്മുടെ വീട്ടിലെ ചെലവും നമ്മുടെ കുട്ടികളുടെ പഠിപ്പും അല്ലെങ്കിൽ ബാക്കിയുള്ള ചെലവൊക്കെ കഴിഞ്ഞ് എത്ര നമുക്ക് കടം വീട്ടാൻ പറ്റും അല്ലെങ്കിൽ എത്ര ബഡ്ജറ്റിൽ നമുക്കൊരു വീട് പണിയാൻ പറ്റും, ആ ഒരു ബഡ്ജറ്റിൽ മാത്രമേ നമ്മൾ വീട് പണിയാൻ പാടുള്ളൂ. അപ്പം അതിന് മീറി നമ്മൾ വീട് വാങ്ങുകയാണെങ്കിൽ അതിനും കൂടുതൽ കാശ് വേണ്ടി വന്ന ഒരു ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ പൈസയിൽ നിന്ന് മിച്ചം വയ്ക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ ബഡ്ജറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കടം വീട്ടാൻ കഴിയും. അപ്പോൾ എപ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇപ്പം ഒരാൾ കാറ് വാങ്ങി വിചാരിച്ച് ഉടനെ നമ്മൾ ഉള്ള ലോൺ മുഴുവൻ എടുത്ത് ആ കാറ് വാങ്ങി ആ കാറിന് പെട്രോളും അടിച്ച് ടാക്സ് അടിച്ച് ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബാക്കി ആ ബാങ്കിൽ കെട്ടാൻ ലോണിൽ കെട്ടാൻ ബാക്കി ഉണ്ടോയെന്ന് അറിഞ്ഞ് മാത്രമേ ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ആ കടം വാങ്ങി കാറ് വാങ്ങാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് കടം വാങ്ങാതിരിക്കാനും കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊടുക്കാനുമുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കണം. എപ്പോഴും പറയാണ്, നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നമ്മൾ ജീവിക്കണം. എന്തൊരു കാര്യമായാലും വീട് വാങ്ങുകയാണെങ്കിലും ഒരു വണ്ടി വാങ്ങുകയാണെങ്കിലും നമുക്ക് എന്താണോ വരുമാനം ആ വരുമാനത്തിനനുസരിച്ച് മാത്രം നമ്മൾ വീട് പണിയാണെങ്കിലും കാറ് പണിയാണെങ്കിൽ കാറ് വാങ്ങുകയാണെങ്കിലും ചെയ്യണം എന്നാണ് നമ്മുടെ മൂത്തവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. അതേമാതിരി തന്നെ ഇനിയുള്ള കുട്ടികളും ചെയ്യണം എന്നാണ് ഞാൻ പറയുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റ് എന്താ വെച്ചാൽ നമ്മളെ വരുമാനത്തിൽ കൂടുതലായിട്ട് അപ്പോൾ നമുക്ക് എത്രയോ വരുമാനം ഉണ്ട് അതിന് കൂടുതൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് ചെലവാക്കി ബാക്കി നമുക്ക് കെട്ടാൻ പറ്റാത്ത ഒരു കടമാണ് നമ്മൾ സാധാരണ ബാങ്കിൽ എടുത്താറും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇത് വാങ്ങുകയാണെങ്കിലും വാങ്ങാറുള്ളത്. അങ്ങനെ നമുക്ക് കടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എത്രയധികം വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയും. ആ കുടുംബത്തിലെ സ്വസ്ഥതകളും അല്ലെങ്കിൽ മനസമാധാനം ഒക്കെ കുറയാണ്. ആ ഒരു കുടുംബത്തിൽ ഒരിക്കലും പിന്നെ ആ കടം വീടാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ കടം ഉള്ളിടത്തോളം നമ്മുടെ വീട്ടിലുള്ള ആ ഒരു സന്തോഷം നമുക്ക് നഷ്ടപ്പെടല്ലേ. നമ്മൾ കഴിയുന്നതും ഇപ്പോൾ നമുക്കൊരു 10 ലക്ഷത്തിൽ ഒരു വീട് പണിയാൻ പറ്റും വിചാരിച്ചാൽ ആ 10 ലക്ഷത്തിൽ തന്നെ നമ്മൾ ആ ബഡ്ജറ്റ് ഇട്ട് നമ്മൾ വീട് പണിയുക. 10 ലക്ഷം നമ്മുടെ കയ്യിൽ എങ്ങനെ കെട്ടാൻ പറ്റും എന്നുള്ള നമ്മുടെ മനസ്സിൽ ഉറപ്പുണ്ടാവണം. അപ്പം മാത്രമേ നമ്മൾ ആ ഒരു വീടോ അല്ലെങ്കിൽ വണ്ടിയോ അങ്ങനെ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ശരി, ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങേണ്ടി വന്നു, നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്, നമുക്കൊരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ വണ്ടി വാങ്ങാനോ നമ്മൾ കടം എടുത്തു അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതെങ്ങനെ വീട്ടാൻ പറ്റുന്നുള്ള ശരിക്കും ആദ്യം ഒരു ബഡ്ജറ്റ് ഇട്ടിരിക്കണം. അങ്ങനെ ബഡ്ജറ്റും നമ്മളെ കൈവിട്ട് പോയി വിചാരിച്ചാൽ നമുക്ക് ആ കടം കെട്ടാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം കെട്ടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കാം. വഴി നമുക്ക് വരുമാനം കൂട്ടാനുള്ള വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് ആ കടം വീട്ടാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചാൽ ആ ആള് ഒരു ജോലിയും കൂടി എക്സ്ട്രാ ഒരു ജോലിയും കൂടി ചെയ്ത് വരുമാനം കൂട്ടാൻ നോക്കുക. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റു ആൾക്കാർ വീട്ടിലത് ഒരു ഗൃഹനാഥനാണ് ആ കടം വാങ്ങിക്കണമെന്ന് വിചാരിച്ചാൽ ആ ഗൃഹനാഥന് ഒറ്റയ്ക്ക് അത് വീട്ടാൻ കഴിയില്ലാത്ത അവരുടെ തുണയുള്ള വൈഫോ മക്കളോ അവരോട് കൂടി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ കട നടത്തുകയോ ഒരു ചെറിയൊരു ബിസിനസ് നടത്തിയിട്ടോ അവരുടെ കടം വീട്ടാനുള്ള ഒരു ചെറിയ ഒരു തുക നമുക്ക് എക്സ്ട്രാ ആയിട്ട് സമ്പാദിക്കാം. രണ്ടാമത് നമ്മൾ കടം വന്നു കഴിഞ്ഞാൽ അത് വീട്ടാനുള്ള ഒരു പേടി ഉണ്ടാവും എല്ലാവർക്കും.
ശരിക്കും വരുമാനം നമുക്ക് കുറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് കൂടുതലാണ് നമുക്ക് കടം വീട്ടാൻ പറ്റാതെ വിചാരിച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടി കടന്നു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരും. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ അതിന് വേണ്ട മരുന്നുകൾ ചെലവാക്കണം. അപ്പൊ കൂടുതൽ നമുക്ക് ചെലവുകൾ വരികയാണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ പേടിക്കാതെ നമുക്ക് ഈ അത് എങ്ങനെ വീട്ടാം എന്നുള്ള ആലോചനയിൽ കുടുംബത്തിലെ എല്ലാവരും ഒത്തു പ്രയത്നിച്ച് നമ്മൾ ഒരു ഒന്നിൽ കൂടുതൽ ജോലി ചെയ്തെങ്കിലും പൈസ സമ്പാദിച്ച് കടം വീട്ടാൻ നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വിചാരിച്ചാൽ നമുക്ക് ഈ കടമൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ഒരു കണക്ക് കൂട്ടല് തയ്യാറെടുപ്പാണ്. അങ്ങനെ ആ വന്ന കടങ്ങള് തിരിച്ചും അടയ്ക്കുമ്പോഴും അവരോട് പോയി നമുക്ക് നമ്മളാൽ കെട്ടാൻ പറ്റുന്നില്ല എന്ന സന്ദർഭം വരികയാണെങ്കിൽ അവരോട് പോയി സംസാരിക്കാം. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുകയാണെങ്കിലും കൂടെ നമ്മൾ അവരടുത്ത് സംസാരിച്ച് നമുക്ക് കുറച്ചും കൂടി ഗഡു അല്ലെങ്കിൽ സമയങ്ങൾ നമുക്ക് തരണം എന്ന് പറഞ്ഞ് നമുക്ക് ചോദിച്ച് നമുക്കത് കുറച്ച് പൂട്ടിയെടുക്കാം. സമയം പൂട്ടിയെടുത്ത് കുറയാം. എന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ കടം കൊണ്ട് പല ആൾക്കാരും ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് കടം വാങ്ങാതിരിക്കുക. വാങ്ങുന്നവരാണെങ്കിൽ അതിന് നമ്മുടെ വരുമാനത്തിൻ്റെ ഉള്ളിൽ കെട്ടാൻ പറ്റുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ കടം വാങ്ങണം. പിന്നെ നമുക്ക് പലിശയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. വലിയ പലിശകളാണ് വരുന്നത്. അപ്പോൾ കടം വാങ്ങുമ്പോൾ നമ്മൾ പലിശ കുറവുള്ള സ്ഥലത്തുനിന്ന് വാങ്ങും. അതുമാതിരി തന്നെ അതിനൊക്കെ ഒരു കണക്കിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സമാധാനം കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കടം വീഴ്ത്താൻ വേണ്ടി നമ്മൾ അവരോട് ആരാണോ നമ്മൾ കടം തന്നേക്കണ വെച്ചാൽ അവരോട് കുറച്ചും കൂടി സമയം കൂട്ടി തരാൻ പറഞ്ഞിരും. ഇപ്പൊ ഇത്രയും നമ്മൾക്ക് ഒരു കടം വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ കടം വാങ്ങി നമുക്കതിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല വിചാരിച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് സമ്പാദിച്ച് നമുക്ക് ആ കടം വീട്ടാൻ നോക്കാം. പിന്നെ അവസാനമായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്നിട്ട് നമുക്ക് കെട്ടാൻ പറ്റുന്നില്ല, നമുക്ക് ആ പലിശയും പണം അല്ലെങ്കിൽ ആ കടം നമുക്ക് വീട്ടാൻ പറ്റുന്നില്ല വെച്ചാൽ ഒരു സാമ്പത്തിക വിദഗ്ധനെ സമീപിച്ച് അവരോട് ഒരു ഐഡിയ ചോദിക്കാം. എങ്ങനെ ഈ കടങ്ങളൊക്കെ വീട്ടി നമുക്ക് പുറത്തു വരാൻ പറ്റും. നമുക്ക് സ്വയം ബഡ്ജറ്റ് ഇടാൻ പറ്റിയതിന് ഇതിന് അറിവുള്ള ആൾക്കാരുണ്ട്. അവരെ സമീപിച്ച് അവരോട് ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് കടം നീട്ടാൻ പറ്റും. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരിക്കൽ നമുക്ക് കടം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ വിഷമാണ്. അതുകൊണ്ട് ആലോചിച്ച് മാത്രം കടം വാങ്ങുക. അത്യാവശ്യത്തിന് മാത്രം കടം വാങ്ങുക. ആവശ്യമില്ലാത്ത കാര്യത്തിന് കടം വാങ്ങാതിരിക്കുക. അതുമാതിരി തന്നെ ഇപ്പൊ നമുക്ക് ആ കടം വീട്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ ആ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വിറ്റിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ വിറ്റിട്ടോ ചെറിയ ചെറിയ കടങ്ങളൊക്കെയാണ് അത് നമുക്ക് വിൽക്കാം. പിന്നെ നമുക്ക് ആഡംബര ജീവിതം കുറയ്ക്കുക. കടം വന്നു കഴിഞ്ഞാൽ ആഡംബര ജീവിതം കുറയ്ക്കുക. അപ്പോൾ കടം വരുന്നത് തന്നെ ആഡംബര ജീവിതം കൊണ്ടാണ്. അപ്പോൾ ഈ ആഡംബര ജീവിതം കുറച്ചാൽ തന്നെ കുറച്ച് കടങ്ങളൊക്കെ കുറയാൻ പറ്റും. പിന്നെ നമ്മുടെ കടത്തെ കുറിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഗൃഹനാഥൻ ആ കടം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബാധ്യത അവരുടെ ചുറ്റുപറ്റി ആരാണോ അനുഭവിക്കുന്നത് അവർക്കെല്ലാവരും ഇത് ബാധിക്കുകയാണ്. അതുകൊണ്ട് അവര് പ്രയത്നിക്കുക ഈ കടം വീട്ടാൻ വേണ്ടി എന്തെങ്കിലും പോംവഴി ഉണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ജോലി ചെയ്ത് ആ കടം വീട്ടാൻ പറ്റുമെന്ന് കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ വീട്ടിലുള്ളവരും കൂടിച്ച് ആലോചിച്ച് ആ കടം വീട്ടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും കടം വാങ്ങാതിരിക്കുക. ഈ വീഡിയോ കാണുന്നവരൊക്കെ അത്യാവശ്യത്തിന് മാത്രം കടം വാങ്ങി വിചാരിച്ചാൽ നമ്മൾ കടം വീട്ടാനുള്ള വഴികൾ അന്വേഷിക്കുക. ഒരേ ഒരു വഴി ആഡംബര ജീവിതം ഒഴിവാക്കുക. അത്രയാണ് ഏറ്റവും വലിയ ഒരു വഴിയുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.